ഒന്നുകൂടെ നമുക്കൊന്ന് നാട്ടിൽ പോയാലോ? ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ. അത് കൂടാൻ കൂടി വേണ്ടിയാണ് നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്നത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചൂട് കൂടുന്നതിന് മുന്നേ അങ്ങോട്ട് എത്താന്നുള്ള ധാരണയിൽ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഇത്ര നേരത്തെ ഇറങ്ങിയിട്ടും കാര്യമില്ല. നമ്മൾ പോകുന്നത് പാലക്കാട്ടിലോട്ടാണ്. അതും 40 ഡിഗ്രി ചൂടാണ് അവിടെ. ടൗൺ ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട് നല്ലോണം ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ അവിടെ ചൂട് ഇത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊന്നും ഒട്ടും ചൂടില്ല. അങ്ങനെ വീടെത്തി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒറ്റപ്പാലത്തോട്ടാണ് കേട്ടോ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റപ്പാലം സ്ഥിരം താവളമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുക്കും മൂലയും അറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓരോ ഷോപ്പുകൾ എവിടെയെന്ന് പോലും അറിയുന്നില്ല. ഒറ്റപ്പാലത്തിന് അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ വാണിയംകുളം. അവിടെ നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഈ പാൽ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് റിഫ്രഷിംഗ് ആണെന്നറിയോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നാട്ടിലെ വേനൽക്കാലങ്ങളിൽ വെളിച്ചം സ്ഥിരമായിട്ട് നമുക്ക് ലസ്സി ഉണ്ടാക്കി തരാറുണ്ട്. കുറച്ച് കാലം മുന്നേ വരെ നമ്മുടെ വീട്ടിലൊക്കെ പശു ഉള്ളത് കൊണ്ട് തന്നെ തൈരൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ തൈര് വെച്ച് നമുക്ക് ലസ്സി ഉണ്ടാക്കി കുടിക്കാൻ, അതും ഈ വേനൽക്കാലത്ത് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വീട്ടിൽ ലസ്സി ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എല്ലായിടത്തും നല്ല ചൂടാണെന്നറിയാം, എന്നാലും നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയുണ്ട്? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.